ചേവരമ്പലത്ത് ഡോക്ടറുടെ വീട് കുത്തി തുറന്ന് 40 പവനിലധികം സ്വർണവും പണവും മോഷ്ടിച്ചു. ഡോക്ടർ ഗായത്രിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്ന് പുലർച്ചെ നടന്ന സംഭവത്തിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ചേവായൂരിൽ താമസിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഗായത്രിയുടെ വീട്ടിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ 40 പവനോളം സ്വർണവും പണവും മോഷണം പോയത്. മോഷണ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരം സ്വദേശിനിയായ ഡോക്ടർ നാട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണം. ഗേറ്റ് പൊട്ടി തന്നെ കിടക്കുന്നു. ഗേറ്റ് തുറന്നകത്ത് കയറിയപ്പോൾ വാതിലിൽ ഒരു തുണി ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ പൂട്ടിട്ട് പോകുമ്പോൾ തുണി ചുറ്റിയിട്ടില്ലായിരുന്നു. ആ തുണി ചുറ്റിയിരുന്നത് കണ്ട് ഡൗട്ട് കൊണ്ട് നോക്കിയതാണ്. അപ്പോൾ കതവ് അകന്നിരിക്കുന്നത് കണ്ടു. വീടിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. അലമാരിയിലും മേശയിലും സൂക്ഷിച്ച പണവും സ്വർണവുമാണ് മോഷണം പോയിരിക്കുന്നത്. CCTVയിലെ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് സൂചനകളിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീട്ടിലും പരിസരത്തും പരിശോധന നടത്തി. അന്ന് കണ്ടയാളും ഇന്ന് കണ്ടയാളും തമ്മിൽ ചെറിയ സമയം കൊണ്ട് അന്ന് അയാൾക്ക് താടി ഉണ്ടായിരുന്നു, ഇന്ന് അയാൾക്ക് താടിയില്ല. പക്ഷേ രണ്ട് CCTV കാണുന്നതുകൊണ്ട് സെയിമായിട്ട് തോന്നുന്നതായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പോലീസുകാർക്ക് 2 കോപ്പി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കോപ്പി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുൻപ് ഈ വീടിന്റെ സമീപ പ്രദേശങ്ങളിൽ നടന്ന മോഷണ ശ്രമങ്ങൾക്കിടെ ലഭിച്ച CCTV ദൃശ്യങ്ങളിലെ മോഷ്ടാവുമായി ഇന്നത്തെ മോഷ്ടാവിന് സാമ്യമുള്ളതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പറമ്പിൽ ബസാറിൽ വ്യാഴാഴ്ച സമാന രീതിയിൽ 22 പവൻ മോഷണം പോയിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.